ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമേന്ദ്രസ്വാമിനെ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം എന്നും എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 31-ാം ദിവസമാണ് കർക്കിടകം. ഇനി നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. യുദ്ധകാണ്ഡത്തിലെ രാമരാവണ യുദ്ധം, അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും, രാവണവധം, വിഭീഷണ രാജ്യാഭിഷേകം, സീതാസ്വീകാരം, ദേവേന്ദ്രസ്തുതി എന്നീ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇന്നലെ തൻ്റെ പ്രിയപത്നിയായ മണ്ഡോദരി തപസ്സിന് പോകാം, രാജ്യം വിഭീഷണന് കൊടുക്കാം, അതുപോലെ തന്നെ ജാനകിയെ രാമനും കൊടുക്കുക, കരുണാമയനായ രാമൻ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ രാവണൻ മണ്ഡോദരിയോട് പറഞ്ഞു, വല്ലഭേ, പ്രിയേ, രാമബാണമേറ്റ് വൈകുണ്ഠരാജ്യം പ്രാപിക്കുന്നതാണ് ഉത്തമം. ഉറ്റവരെല്ലാം മരിച്ചിട്ട് ഏകാഗിയായിരിക്കുന്നത് ഒട്ടും ഭംഗിയല്ലടോ. എങ്ങനെ തീരുമാനിച്ച് രാവണൻ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് യുദ്ധത്തിന് പോകുന്ന ആ രാവണൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. രാവിലെ തന്നെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി രാവണന് സഹായകമായി വന്നു നിരന്നു കഴിഞ്ഞു. അസംഖ്യം ചതുരംഗസേന 10 പടനായകന്മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ രാവണനെ വണങ്ങിയിട്ട് പുറപ്പെടുകയാണ്. ആ സമുദ്രം പോലെ പരന്ന് നിരന്നു വരുന്ന ആ രാക്ഷസ സേനയെ കണ്ട് മാരുതിയുടെ നേതൃത്വത്തിലുള്ള ആ വാനരസേന ഭീതിയോടെ പിൻവാങ്ങാനൊരുങ്ങുകയാണ്. അത് കണ്ട ശ്രീരാമൻ അവരോട് പറഞ്ഞു, വാനരവീരന്മാരെ, നിങ്ങൾ അവരോട് ഏറ്റുമുട്ടാനൊന്നും പോകണ്ട, അവിടെ തന്നെ നിന്നുകൊള്ളൂ. അവരോട് ഏറ്റുമുട്ടാൻ ഞാൻ മാത്രം മതിയാകും, നിങ്ങൾ വെറും കാഴ്ചക്കാരായി നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. നിശാചരസേനയിലേക്ക് ഈ പറഞ്ഞ നിമിഷം തന്നെ പറന്നുയർന്ന് ചാടി വീഴുകയാണ് അമ്പും വില്ലുമായിട്ട്. ഒറ്റയ്ക്ക് ഭഗവാൻ ആ രാക്ഷസന്മാരുടെ ഇടയിൽ അമ്പും വില്ലുമായി ക്രുദ്ധനായി ബാണങ്ങൾ 4 പാടും പായിച്ചുകൊണ്ടിരുന്നു. നേരെ ഇങ്ങനെ വന്ന രാക്ഷസന്മാരോടെല്ലാം രാമൻ പൊരുതി. ഓരോ രാക്ഷസനും തോന്നി രാമൻ തന്നോടാണ് ഏറ്റുമുട്ടുന്നതെന്ന്. നോക്കുന്നിടത്തെല്ലാം അനേകം രാമന്മാർ, രാമമയം എന്ന് തോന്നിച്ചു എന്ന് പറയുകയാണ്. ആ 12 നാഴിക നേരം, നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 നാഴികയാണ്. 12 നാഴിക എന്ന് പറയുമ്പോൾ ഏകദേശം 4.8 മണിക്കൂർ വരും. അങ്ങനെ 12 നാഴിക നേരം രാമൻ ഇപ്രകാരം ഈ ബാണം അയച്ചുകൊണ്ടേയിരുന്നു. രാമൻ ഒറ്റയ്ക്കാണ് പൊരുതുന്നതെന്ന് ആർക്കും തോന്നിയതേയില്ല. രാക്ഷസന്മാർ നോക്കുമ്പോൾ അവർക്കെല്ലാം അവരോടാണ് രാമൻ യുദ്ധം ചെയ്യുന്നത് എന്ന് തോന്നി. അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് രാത്രിയും പകലും നിശാചരന്മാർ. ഇങ്ങനെ വാനരന്മാർ, ഭൂമി, സമുദ്രം, പർവ്വതങ്ങൾ, വനങ്ങൾ എല്ലായിടവും ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആന, കുതിര, കാലാൾ രാക്ഷസന്മാർ എല്ലാവരും വീണു മരിച്ചുകൊണ്ടിരുന്നു. പോർക്കളം ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു. ശവം തിന്നാനായിട്ട് വരുന്ന കഴുകുകൾ, നായ, നരി, അതുപോലെ കാക്കകൾ, കാളിയും കുളികളും പിശാചുക്കളും കബന്ധങ്ങളും, രാമൻ്റെ വില്ലിൻ്റെ ഞാണൊലി ശബ്ദം. ഇങ്ങനെ ആകാശത്തു നിന്നും ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ചാരണന്മാരും നാരദൻ മുതലായ മുനീന്ദ്രന്മാരും അപ്സരസുകളും രാമനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു രാമൻ്റെ യുദ്ധം കണ്ടിട്ട്. അങ്ങനെ 12 നാഴിക നേരം കൊണ്ട് എല്ലാ രാക്ഷസന്മാരും താഴെ വീണു. ആ രാക്ഷസന്മാർക്കിടയിൽ സൂര്യബിംബം പോലെ രാഘവൻ അങ്ങനെ ശോഭിച്ചു കാണപ്പെട്ടു. ലക്ഷ്മണൻ, ഹനുമാൻ, സുഗ്രീവൻ, വിഭീഷണൻ ഇവരെല്ലാം ശ്രീരാമസ്വാമിയെ അങ്ങനെ വന്നിച്ചു നിന്നു. എല്ലാവരും താഴെ വീണല്ലോ. ശ്രീരാമൻ പറഞ്ഞു, ശ്രീനാരായണനും ശ്രീപരമേശ്വരനും ഒഴികെ മറ്റാർക്കും ഇതുപോലെ യുദ്ധം ചെയ്യാൻ കഴിയില്ല, യുദ്ധം ചെയ്യാൻ സാമർഥ്യമില്ല എന്ന് പണ്ട് ഞാൻ കേട്ടിരിക്കുന്നു. ഇപ്പോൾ രാക്ഷസ സ്ത്രീകളാണെങ്കിൽ കണ്ടിട്ട് ഈ എല്ലാവരും മരിച്ചു വീണ് കിടക്കുകയാണ്. കണ്ടിട്ട് വിലപിക്കുകയാണ്, അയ്യോ ഇനി ഞങ്ങൾക്ക് ആരുണ്ട്, എന്താണ് മറ്റൊരവലംബനമുള്ളത്? താതാ, സഹോദര, നന്ദന, വല്ലഭ, നാഥ, നമുക്കവലംബനം ആരയ്യോ എന്ന് വിളിച്ചിങ്ങനെ കരയുകയാണ്. അതായത് ഭർത്താവ് മരിച്ചു പോയവർ നാഥ എനിക്കിനി ആരാ ഉള്ളതെന്ന് വിളിച്ച് കരയുന്നു. അച്ഛൻ മരിച്ചു പോയവർ താത എന്ന് വിളിച്ച് കരയുന്നു. സഹോദരൻ മരിച്ചവർ സഹോദര എന്ന് വിളിച്ച് കരയുകയാണ്. അങ്ങനെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാക്ഷസ സ്ത്രീകൾ പരസ്പരം പറയുകയാണ്, വൃദ്ധയും വിരൂപയുമായ രാവണൻ്റെ സഹോദരി രാമനെ ആഗ്രഹിച്ചതിനാലാണല്ലോ ഈ ആപത്ത് വന്നത്. അല്ലെങ്കിൽ എന്തിന് ഈ ശൂർപ്പണഖയെ പറയുന്നു?
പെരുമാളായ ആ ദശഗ്രീവൻ, ആ രാവണൻ ജാനകിയെ കൊതിച്ച് വശമായി മോഷ്ടിച്ചു കൊണ്ട് വന്നതിനാലല്ലേ ഈ പ്രകാരം ആപത്ത് വന്നണഞ്ഞത്? പാപി, മഹാപാപി, മൂഢൻ, ജളൻ, ആ ഖരദൂഷണന്മാരെ യുദ്ധത്തിൽ വധിച്ചതും ബാലിയെ വധിച്ചതും സുഗ്രീവനെ കിഷ്കിന്ധയിൽ രാജാവായി വാഴിച്ചതും ആ മാരുതി ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതും ആ സമുദ്രത്തിൽ ചിറകെട്ടി അവരിക്കരയ്ക്ക് വന്നതും ഈ കാട്ടിക്കൂട്ടിയതൊന്നും ഈ മൂഢന് അറിവില്ലാത്തതാണോ? നല്ലത് ചൊല്ലിക്കൊടുത്ത വിഭീഷണനെ ധിക്കരിച്ച് ലങ്കയിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഉത്തമനും വിവേകിയുമായ ആ വിഭീഷണൻ ഭാവിയിൽ നന്നായി വരും, ശ്രീമാനായിത്തീരും. ഈ നീചനാവട്ടെ തൻ്റെ വംശവും മുടിച്ച് തൻ്റെ തന്നെ നാശത്തിനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. തൻ്റെ മക്കളെയും തമ്പിമാരെയും മന്ത്രിമാരെയും കൊലയ്ക്ക് കൊടുത്തിട്ട് എല്ലാം അടക്കി വച്ചിരിക്കുന്നു മര്യാദയില്ലാതെ. സജ്ജനങ്ങളുടെ മുതൽ കൈയടക്കുക, നിത്യവും അന്യായമായി ധനം ആർജിക്കുക, ബ്രാഹ്മണരെ കൊല ചെയ്യുക എന്ന് വേണ്ട, നാട്ടിലെ പ്രജകളെല്ലാം കാട്ടിലേക്ക് ഓടിച്ചു. ഈ പാപി ചെയ്ത ദുഷ്കർമ്മങ്ങളൊക്കെ, ആ ദുഷ്കർമ്മങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇന്നിങ്ങനെ അനുഭവിക്കാൻ ഇടവന്നു എന്ന് സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുകയാണ് പറഞ്ഞ പരസ്പരം. ഇത് രാക്ഷസനായ ആ ദശകണ്ഠൻ, ആ രാവണൻ കേൾക്കുകയാണ്. ഇവരിങ്ങനെ പറഞ്ഞത് കേട്ടതും വേഗം ഈ രാവണൻ തന്നെത്താൻ യുദ്ധത്തിന് സ്വയം പുറപ്പെടുകയാണ്. മഹാപാർശ്വനും അതുപോലെ മഹോദരനും കൂടെ പുറപ്പെടുകയാണ്. ആ പുറപ്പെടാൻ നേരം അനേകം ദുശകുനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം അവഗണിച്ച് പോവുകയാണ് യുദ്ധത്തിന്. ഇങ്ങനെ വാനരന്മാരിങ്ങനെ രൂക്ഷമായി രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി. സുഗ്രീവൻ വിരൂപാക്ഷൻ്റെ വാഹനമായ ആനയെ ഒറ്റയടിക്കുകയാണ്. വാളും പരിചയമായി വേഗം ആനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങിയ വിരൂപാക്ഷനെ ഒരു കുന്നുകൊണ്ടെറിയുകയാണ് വാനരന്മാർ. ആ വിരൂപാക്ഷൻ സുഗ്രീവൻ്റെ മാറിടം ലക്ഷ്യമാക്കി വെട്ടുക തിരിച്ച്. അപ്പോൾ വിരൂപാക്ഷൻ്റെ നെറ്റിയിൽ ഒരൊറ്റ ഇടി കൊടുത്തു, തീർന്നു. വിരൂപാക്ഷൻ കാലപുരിക്ക് പോയി. ഉടനെ മഹോദരൻ ചാടി വീണു സുഗ്രീവന് നേരെ. അലറിക്കൊണ്ട് അടുത്ത് വരുന്ന ആ മഹോദരനെ സുഗ്രീവൻ അവൻ്റെ തേരും തകർത്ത് അവനെയും കൊന്നു. ഉടനെ മഹാപാർശ്വൻ അങ്ങോട്ടേക്ക് വന്നെങ്കിലും അങ്കദനോട് ഏറ്റുമുട്ടി അവനും മരിച്ചു വീഴുകയാണ്. രാവണൻ തത്സമയം അവിടേക്ക് വന്ന് താമസാസ്ത്രം എയ്ത് വാനരന്മാരെ ഒന്നൊന്നായി വീഴിക്കുകയാണ്. രാമൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് അവയെല്ലാം തടുക്കുന്നു. അങ്ങനെ ഉടനെ രാവണൻ ആസുരാസ്ത്രം എയ്യുകയാണ്. ആ അസ്ത്രം ഇങ്ങനെ അസുരന്മാരുടെ സ്വഭാവം കാണിക്കുമല്ലോ, മായാവികളുടെ. ആ ആസുരാസ്ത്രം എയ്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പല ജന്തുക്കളായി, ഹിംസ്ര ജന്തുക്കളായി മാറി ആ വാനരന്മാരുടെ ഇടയിൽ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴേക്കും പക്ഷേ രാമൻ അതിനെയും ആഗ്നേയാസ്ത്രം കൊണ്ടാണ് തടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അഗ്നിയാണ്, തീക്കൊള്ളി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാമായിട്ട് മാറുകയാണ് ആ അസ്ത്രം. അങ്ങനെ അസുരാസ്ത്രവും പോയി മറയുന്നു. അപ്പോഴേക്കും മയൻ കൊടുത്ത ഒരു ദിവ്യാസ്ത്രമുണ്ട്, അത് പ്രയോഗിക്കുകയാണ്. അതിനെതിരെ ഗാന്ധർവാസ്ത്രം പ്രയോഗിച്ച് തടുക്കുകയാണ്. അങ്ങനെ രാവണൻ ഉടനെ സൂര്യാസ്ത്രം എയ്യുകയാണ്. രാമൻ പ്രത്യസ്ത്രം അയച്ച് അതും തടിക്കുന്നു. അപ്പോൾ രാവണൻ സൂര്യകിരണങ്ങൾ പോലെയുള്ള അസ്ത്രം അയക്കുന്നു, രാവണൻ അത് തടുക്കുന്നു. ഇങ്ങനെ രാവണൻ 10 അസ്ത്രം അയക്കുമ്പോഴേക്കും രാമൻ 100 അസ്ത്രം തിരിച്ചെയ്ത് പ്രതികരിക്കും. അങ്ങനെ രാവണൻ്റെ ഉടൽ അസ്ത്രങ്ങളേറ്റ് മുറിയുകയാണ്. ലക്ഷ്മണൻ ശരങ്ങളയച്ച് കൊടിമരം മുറിച്ച് കളഞ്ഞു. 5 ശരങ്ങളയച്ച് സൂതനെ കൊന്നു, വില്ലും മുറിക്കുന്നു. അപ്പം വിഭീഷണൻ ഗദ കൊണ്ടടിച്ച് അശ്വങ്ങളെ കൊല്ലുകയാണ്. രഥം ഒരാൾ മുറിച്ചു, ഒരാൾ കുതിരകളെ കൊല്ലുന്നു. താഴെ ഇറങ്ങി വിഭീഷണൻ്റെ നേരെ വേൽ പ്രയോഗിക്കുന്ന രാവണനെ അമ്പെയ്ത് വേൽ തടുക്കുകയാണ്. ഈ വേലിന് അപാര ശക്തിയുള്ളതാണ് കേട്ടോ. അങ്ങനെ വേൽ തടുക്കുന്നു. പിന്നീട് മയൻ കൊടുത്ത ഒരു വേലുണ്ട്, അതിനും ഇതുപോലെ ദിവ്യശക്തിയുള്ളതാണ്. വിഭീഷണൻ്റെ മാറിടത്തിലേക്ക് കുത്താൻ ഒരുങ്ങിയപ്പോൾ ലക്ഷ്മണൻ തടുക്കുകയാണ് അസ്ത്രങ്ങളാൽ. ഉടനെ ഈ രാവണൻ്റെ ഉടലെല്ലാം മുറിഞ്ഞ് രക്തമൊലിക്കുന്നു. രാവണൻ വേഗം ലക്ഷ്മണനോട് പറയുക, നീ വിഭീഷണനെ രക്ഷിച്ചത് നന്നായി, നിനക്കാവുമെങ്കിൽ ഈ ശക്തിയെ തടയുക എന്ന് പറഞ്ഞ് രാവണൻ വേൽ പ്രയോഗിക്കുകയാണ് ലക്ഷ്മണൻ്റെ നേരെ. പാവം ലക്ഷ്മണൻ്റെ മാറത്ത് ആ ദിവ്യമായ വേൽ തറയ്ക്കുകയാണ്. ലക്ഷ്മണൻ ബോധമറ്റ് വീണു. അപ്പോൾ അത് കണ്ട് രാമനും വലിയ സങ്കടമായി. വാനരന്മാർ ഈ വേൽ പറിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല, അത് പറ്റുന്നേയില്ല. ഉടനെ രാമൻ തൻ്റെ തൃക്കൈ കൊണ്ട് വേൽ പറിച്ചെടുക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മണൻ ഇങ്ങനെ ബോധമറ്റ് കിടക്കുകയാണ്. രാമൻ സുഷേണൻ തുടങ്ങിയ വാനരന്മാരോട് പറഞ്ഞു ലക്ഷ്മണനെ ചുറ്റുമിരുന്ന് ശുശ്രൂഷിക്കാൻ. എന്നിട്ട് രാവണനോട് വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് പോരുന്നു.
ഇനി ഈ ഭൂമിക്ക് മുകളിൽ രാമനും രാവണനും വേണ്ട, ആരെങ്കിലും ഒരാൾ മതി. ഇന്ന് ഞാൻ ആ രാവണനെ കൊല്ലും, നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് ഞാൻ ആ രാവണനെ കൊന്ന് സൂര്യചന്ദ്രന്മാരും സപ്തദ്വീപുകളും സപ്തസാഗരങ്ങളും സപ്തപർവ്വതങ്ങളും ആകാശവും ഭൂമിയും ഉള്ള നാൾ വരെ എൻ്റെ കീർത്തി നിലനിർത്തും. എല്ലാവരും എൻ്റെ ബാഹുബലം കണ്ടറിഞ്ഞോളൂ എന്ന് പറഞ്ഞാണ് രാമൻ പോരുന്നത്. അങ്ങനെ യുദ്ധം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. രണ്ടുപേരും അന്യോന്യം മേഘക്കൂട്ടങ്ങളിൽ നിന്ന്, ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയ മഴ പെയ്യുമ്പോൾ പറയുന്നതാണ് മേഘവിസ്ഫോടനം എന്ന്. അതുപോലെ മേഘവിസ്ഫോടനം നടക്കുകയാണ്. ആ നടക്കുന്നത് പോലെ മഴ കോരി ചൊരിയുന്നത് പോലെ അമ്പ് ചെയ്തുകൊണ്ടിരുന്നു രണ്ടുപേരും. ആ ഞാണൊലി കൊണ്ട് 3 ലോകങ്ങളും നടുങ്ങി വിറച്ചു. ലക്ഷ്മണൻ വീണ് കിടക്കുകയാണല്ലോ എന്നോർത്ത് ശ്രീരാമൻ അല്പം ആധിയില്ലാതെ ഇല്ല. സുഗ്രീവനോട് അത് പറയുകയും ചെയ്തു, എനിക്ക് ലക്ഷ്മണനില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, അവനോടുകൂടെ മരിക്കുന്നതാണ് ഇതിലും ഭേദം. എൻ്റെ കൈ വില്ലിൻ്റെ പിടിയിൽ മുറുകുന്നില്ല, മനസ്സിനും സുഖം തോന്നുന്നില്ല, ഏതോ ഒരു വിഭ്രാന്തിയിൽ മുങ്ങിയതുപോലെയാണ്. ഈ ദുഷ്ടനെ കൊല്ലാൻ ഒരു ഉപായവും തോന്നുന്നില്ലല്ലോ, എൻ്റെ മാനവും പോയല്ലോ എന്നൊക്കെ രാമൻ സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞു. സുഷേണൻ ശ്രീരാമനോട് അന്നേരം പറയുകയാണ്, ലക്ഷ്മണന് അല്പം ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ, മുഖത്തിനും കണ്ണിനും ഒന്നും ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല, അല്പസമയത്തിനകം ഉണർന്ന് എഴുന്നേറ്റ് വരുമെന്ന് തോന്നുന്നു. തുടർന്ന് ഈ സുഷേണൻ മാരുതിയോട് പറയുകയാണ്, മുൻപത്തെ പോലെ ആ വിശല്യകരണി കൊണ്ടുവന്നാൽ സുഖപ്പെടുത്താമല്ലോ. ഇത് കേൾക്കാത്ത താമസം മാരുതി പറന്നുപോയി ആ പർവ്വതം അതുപോലെ പൊക്കിക്കൊണ്ടുവന്ന് മൂക്കിലിങ്ങനെ നസ്യം ചെയ്ത് ലക്ഷ്മണനെ ആലസ്യത്തിൽ നിന്ന് ഉണർത്തുകയാണ്. പിന്നെ ആ പർവ്വതം പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ ശ്രീരാമനെ വണങ്ങുന്നു. ശ്രീരാമൻ വലിയ സന്തോഷത്തോടെ വന്ന് അനുജനെ കെട്ടിപ്പിടിക്കുകയാണ്. ബോധമേറ്റ് കിടക്കുകയല്ലായിരുന്നു. ബോധം വീണപ്പോൾ നല്ല സന്തോഷം. അനുജ, നീ വീണു പോയപ്പോൾ എൻ്റെ ധൈര്യവും ചോർന്നു പോയി എന്ന് ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ അപ്പോൾ വേഗം ജ്യേഷ്ഠന് നല്ല ഊർജം കൊടുക്കാനായിട്ട്, ജ്യേഷ്ഠൻ ഒന്നോർക്കണം, ആ താപസശ്രേഷ്ഠന്മാർക്ക് സത്യം ചെയ്തു കൊടുത്തത് അസത്യമാകരുത്, ത്രൈലോക്യ കണ്ടകനായ ഇവനെ കൊന്ന് ലോകത്തെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ടതും രാമൻ പെട്ടെന്ന് എഴുന്നേറ്റ് അതീവ ശൗര്യത്തോടെ രാവണനോട് ഏറ്റുമുട്ടുകയാണ്. വീണ്ടും രാവണൻ തൻ്റെ തേരിൽ കയറി വന്നപ്പോൾ രാമൻ ഇങ്ങനെ ഭൂമിയിൽ നിന്നല്ലേ യുദ്ധം ചെയ്യുന്നത്, യുദ്ധം ഘോരഘോരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ രാഘവന്, അതായത് രാമന് കുറച്ച് ക്ഷീണമുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ തോന്നുകയാണ്. അതായത് ഈ ദേവന്മാരെല്ലാം മുകളിൽ വിമാനത്തിൽ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാമരാവണ യുദ്ധം. അപ്പോൾ നാരദൻ ഇത് ഇന്ദ്രനോട് പറയുന്നു, രാഘവന് ക്ഷീണം തോന്നുന്നുണ്ട്, തളർച്ചയുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ തൻ്റെ തേരാളിയായ മാതലിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ തേര് പെട്ടെന്ന് രാമൻ്റെ അടുത്ത് എത്തിക്കണം, അതുപോലെ തന്നെ മാതലി യുദ്ധത്തിൽ സഹായിക്കണം, തേര് തെളിക്കണം എന്ന് പറഞ്ഞു വിടുന്നു. മാതലി ക്ഷണനേരം കൊണ്ട് ഭൂമിയിലെത്തി. എന്നിട്ട് ശ്രീരാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മാതലിയാണ്, രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങയെ സഹായിക്കാനായി ഇന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് വന്നിരിക്കുകയാണ്, തേരിലേക്ക് കയറിയാലും ഞാൻ കാറ്റിൻ്റെ വേഗത്തിൽ തേര് തെളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. രാമൻ സന്തോഷത്തോടെ തേരിൽ കയറുന്നു. പൂർവാധികം ഭംഗിയായി വീണ്ടും യുദ്ധം തുടരുകയാണ്. ഉടനെ രാവണൻ നോക്കുമ്പോൾ രാമനെ തന്നോട് തുല്യനായി തേരിൽ കണ്ടിട്ട് ആകാശത്തേക്ക് നോക്കുകയാണ്. ദേവന്മാർ വൈരികളാണല്ലോ ഈ രാവണൻ്റെ. എന്തായാലും തന്നെ നശിപ്പിക്കാനായിട്ട് തേരൊക്കെ കൊടുത്ത് സഹായിച്ചോ എന്നുള്ള ഭാവത്തിലാണ് ഇന്ദ്രനെ നോക്കുന്നത്. തേരിങ്ങനെ അതും രാവണൻ്റെ ശത്രുവായ ഇന്ദ്രൻ്റെ സമ്മാനമാണെന്ന് രാവണന് മനസ്സിലായി. രൂക്ഷമായി രണ്ടുപേരും പൊരുന്നു. രാമൻ ഗാന്ധർവാസ്ത്രം അയക്കുന്നു, രാവണൻ ആസുരാസ്ത്രം അയച്ച് തടുക്കുന്നു. രാവണൻ നാഗാസ്ത്രം അയച്ചു, രാമൻ അത് ഗരുഡാസ്ത്രം കൊണ്ട് തടുക്കുന്നു. രാവണൻ മാതലിയുടെ നേരെയും അസ്ത്രം അയക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൊടിമരം മുറിച്ചു കളഞ്ഞു, കുതിരകൾക്ക് മുറിവേറ്റു, യുദ്ധം മുറുകി വന്നു. രാമൻ ക്ഷീണിതനായി കാണപ്പെട്ടു. എല്ലാവർക്കും ഇത് കണ്ട് ദുഃഖം തോന്നി, രാമൻ തോറ്റുപോകുമോ എന്ന്. ഈ തക്കത്തിൽ രാമനെ കൊല്ലാമെന്ന് കരുതി ശൂലം പ്രയോഗിക്കുകയാണ് രാവണൻ. ഉടനെ അമ്പുകൾ കൊണ്ട് തടുക്കാൻ പറ്റാതെ രാവണന് തന്നെ ഒരു വേലെടുത്ത് അത് തടുക്കുകയാണ് രാമൻ. ശൂലം 10 കഷ്ണമായി നുറുങ്ങി വീണു. അങ്ങനെ രാവണൻ്റെ കുതിരകളെ വാളുകൊണ്ട് വെട്ടി മുറിവേൽപ്പിച്ചു. ഉടനെ സാരഥി തേര് പുറകോട്ടെടുത്തു. ഇങ്ങനെ കുതിരകൾക്ക് മുറിവേറ്റപ്പോൾ തേര് പുറകോട്ടെടുത്ത് ഒഴിച്ചു മാറ്റി നിർത്തുകയാണ് ഒരിടത്ത്. അപ്പോൾ ക്ഷീണം മാറിയപ്പോൾ രാവണൻ സൂതനോട് പറയുന്നു, എന്തിനാണ് നീ പിന്തിരിഞ്ഞത്? ഞാൻ അത്ര ദുർബലനാണെന്ന് തോന്നിയോ? ഞാൻ അങ്ങനെ ഓടി ഒളിക്കുന്നവനാണെന്ന് തോന്നിയോ? നീ എനിക്ക് സൂതനല്ല, മറിച്ച് രാമന് വേണ്ടപ്പെട്ടവനാണോ എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ സാരഥി പറഞ്ഞു, പ്രഭോ, എനിക്ക് രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, എൻ്റെ സ്വാമിയോട് ദ്വേഷമുണ്ടായിട്ടുമല്ല.
രാമനോട് ഏറ്റുമുട്ടിയപ്പോൾ സ്വാമിക്ക് തളർച്ചയുള്ളതുപോലെ തോന്നി. ഭവാനോട് സ്നേഹക്കൂടുതൽ കൊണ്ട് തളർച്ച തീരും വരെ പോർക്കളം വിട്ടിത്തിരി മാറി നിൽക്കുന്നത് ഉചിതമെന്ന് തോന്നി. ആലസ്യമകന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ഒരു നല്ല സാരഥി തൻ്റെ സ്വാമിയുടെ ക്ഷീണവും ആലസ്യവും സാമർഥ്യവും കുതിരകളുടെ ക്ഷീണവും ബലവും എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവനാണ്. അതുപോലെ ശത്രുവിൻ്റെ വിഗതികൾ, അവരുടെ ജയം അപജയം, പോരിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനാണ് സമർത്ഥനായ തേരാളി. ഇത് കേട്ട് സന്തോഷിച്ച രാവണൻ തേരാളിയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചിട്ട് തൻ്റെ ഒരു വള ഊരി സമ്മാനമായി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എങ്കിൽ തേര് മുന്നോട്ടെടുത്തോളൂ, ഇന്നിനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇന്നോ നാളെയോ ഇതിനൊരു അവസാനം ഉണ്ടാകണം. സൂതൻ വേഗത്തിൽ തേര് തെളിക്കുകയാണ്. രാമനും ക്രോധത്തോടെ ശരമയക്കുന്നു. പൊരിഞ്ഞ യുദ്ധം വീണ്ടും നടക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അഗസ്ത്യൻ വരികയാണ്. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും രണ്ടും ഇങ്ങനെ പെട്ടെന്ന് രാമൻ്റെ തേരിലേക്ക് അഗസ്ത്യൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. രണ്ടുപേരും അങ്ങനെ ഘോരഘോരം പൊരുതിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണെന്ന് ഓർക്കണം. വേഗം സൂര്യൻ ഇങ്ങനെ പെട്ടെന്ന് ഈ സൂര്യൻ താഴെ ഉദിച്ചതുപോലെ അഗസ്ത്യനെ ഇങ്ങനെ കാണുകയാണ്. തേരിൽ അങ്ങനെ വിളങ്ങി നിന്ന് രാമൻ പെട്ടെന്ന് വന്നിക്കുന്നു. അഗസ്ത്യൻ വേഗം, കുമാര, നിനക്ക് നന്മ വരുത്തുന്നതിനായാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. താപത്രയവും അതുപോലെ എല്ലാ വിഷമങ്ങളും അകന്നു പോകും, മറ്റുള്ള ആപത്തുകളും അകന്ന് ശത്രുവിനാശം, രോഗവിനാശനം, ആയുസ്സും സൽകീർത്തിയും വർദ്ധിക്കും. നിത്യവും ആദിത്യഹൃദയം എന്ന ഈ മന്ത്രം ഭക്തിയോടുകൂടി ജപിച്ചാലും ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണിത്. ദേവന്മാർ, അസുരന്മാർ, ഉരകങ്ങൾ, ചാരണന്മാർ, കിന്നരന്മാർ, താപസന്മാർ, ഗുഹ്യകന്മാർ, യക്ഷന്മാർ, രക്ഷസുകൾ, ഭൂതഗണങ്ങൾ, കിംപുരുഷന്മാർ, അപ്സരസുകൾ, മനുഷ്യർ എല്ലാവരും സൂര്യനെ തന്നെയാണ് ഭജിക്കുന്നത്. 14 ലോകങ്ങളും ആദിത്യൻ തൻ്റെ രശ്മികൾ കൊണ്ട് രക്ഷിക്കുന്നു. കൽപ്പാന്തകാലത്തിൽ ഭക്ഷിക്കുന്നതും ഈ സൂര്യൻ തന്നെ. എല്ലാത്തിനും കാരണഭൂതൻ ഈ സൂര്യദേവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് സൂര്യനെ സ്തുതിക്കുന്ന ആ മന്ത്രമാണ് പേജ് 412-ലും 13-ലുമായിട്ട് കിടക്കുന്നു, ആദിത്യ മന്ത്രം. അപ്പോൾ അതെല്ലാവരും ജപിക്കുക. ഈ പറഞ്ഞതുപോലെ എല്ലാ ദുഃഖങ്ങളും ആപത്തുകളും അകന്ന് അതുപോലെ ശത്രുക്കൾ നശിക്കും, രോഗം നശിക്കും, ആയുസ്സും സൽകീർത്തിയും വർദ്ധിക്കും. എല്ലാവരും നിത്യവും ആദിത്യഹൃദയം ജപിക്കുക. ഇനി അഗസ്ത്യൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമൻ കൈകൂപ്പി തൊഴുതു വണങ്ങുന്നു. പിന്നെ അഗസ്ത്യൻ വിമാനത്തിൽ കയറി നാരദൻ്റെ സമീപത്തേക്ക് പോവുകയാണ്. അടുത്തത് രാവണവധമാണ്. രാമൻ തേരാളിയായ മാതലിയോട് ഒരു വ്യസനവും വേണ്ട, തേര് തെളിച്ചോളൂ. മാതലി തേരിൻ്റെ വേഗം കൂട്ടി. രാവണൻ ഒരു കുലുക്കവുമില്ല. പൊടിപടലം കൊണ്ട് ദിക്കുകൾ മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് രൂക്ഷമായിട്ട് പൊരുതുകയാണ് രണ്ടുപേരും. രാവണൻ്റെ കൊടിമരം മുറിച്ച് താഴെയിട്ട് കുതിരകളുടെ നേരെയും സൂതൻ്റെ നേരെയും അസ്ത്രം അയക്കുന്നുണ്ട്. അതുകൂടാതെ ശൂലം, മുസലം, ഗദ എല്ലാം മേൽക്കുമേൽ പ്രയോഗിക്കുന്നുണ്ട് രാവണൻ. രാമൻ അമ്പെയ്ത് അവയെല്ലാം ഖണ്ഡിക്കുന്നുമുണ്ട്. ഇങ്ങനെ ആയുധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി രഥം തെളിക്കാനുള്ള ആ സാരഥിയുടെ സാമർഥ്യം, സാരഥിമാർ രണ്ടുപേരും അത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. പോരാളിമാരുടെ സാമർഥ്യം ഇതൊന്നും ഇതിനു മുമ്പ്, പോരാളിമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ രാമനും രാവണനും, അപ്പോൾ 2 സാരഥിമാരും ഈ പോരാളിമാർ, ഇവരുടെ സാമർഥ്യം ഇതൊന്നും ഇതിനു മുമ്പ് ആരും കണ്ടിട്ട് പോലുമില്ല, ഇനിയൊട്ട് ആരും കാണാനും പോകുന്നില്ല. ഇങ്ങനെ ദേവന്മാർ പുകഴ്ത്തുന്നതാണ് കേട്ടോ. നാരദൻ ഭേഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇങ്ങനെ രാമൻ്റെയും രാവണൻ്റെയും യുദ്ധം കണ്ട് എല്ലാവരും ഭയഭീതരായി. ഇങ്ങനെ കാറ്റ് നിലച്ചു, ഇങ്ങനെ പ്രകൃതി സ്തംഭിച്ചു, സൂര്യൻ മറഞ്ഞു, ഭൂമി കുലുങ്ങി, സമുദ്രം ഇളകി മറിഞ്ഞു, പാതാളവാസികൾ വരെ നടുങ്ങി വിറച്ചു എന്നാണ്. അപ്പോൾ സമുദ്രം സമുദ്രത്തോടെതിർത്താലും ആകാശം ആകാശത്തോടെതിർത്താലും രാമരാവണ യുദ്ധത്തിന് പകരം മറ്റൊന്നില്ല, അതിന് സമവും മറ്റൊന്നില്ല. രണ്ടുപേരും തുല്യ ശക്തികൾ തന്നെ. ഇങ്ങനെ പുകഴ്ത്തുന്നതിനിടയിൽ രാമൻ രാവണൻ്റെ ഒരു തല അറുത്ത് താഴെ ഇട്ടു. ദാ നോക്കുമ്പോൾ വേറൊരു തല അവിടെ മുളച്ചു വരികയാണ്. അതും മുറിച്ച് താഴെ ഇട്ടു. അവിടെ പെട്ടെന്ന് തന്നെ മറ്റൊരു തല ഇങ്ങനെ ഉയർന്നു വന്നു, അതും മുറിച്ചു. വീണ്ടും ഒരു തല മുറിക്കും, അത് പൊങ്ങി വരും. ഇങ്ങനെ 101 തവണ തലയറുത്ത് താഴെ ഇട്ടു. 101 തവണ ഈ തല വീണ്ടും മുളച്ചു വന്നു. ഈ രാവണൻ്റെ തലകൾക്കൊരു വാട്ടവുമില്ല. ഈ രാക്ഷസൻ്റെ തപോബലം വിചിത്രം തന്നെ. കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, മാരീചൻ ഇവരെയൊക്കെ കൊന്ന ബാണത്തിന് ഈ നിഷ്ഠുരനായ ഇവൻ്റെ തലയെറുക്കാൻ എന്താ ഇത്ര മടി? ഈ 10 തലയനെ കൊല്ലാൻ എന്തുപായം? ഈശ്വര, ഇങ്ങനെ ചിന്തിച്ച് ദേഹം മുഴുവൻ ബാണങ്ങൾ തൂകി. രാവണനും രാമൻ്റെ ദേഹം മുഴുവൻ ബാണങ്ങൾ കൊണ്ട് മൂടി. പക്ഷേ
നമുക്കൊന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരാളെ ഇങ്ങനെ അമ്പ ചെയ്ത് ഇങ്ങനെ ദേഹം മുഴുവൻ ബാണങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ രാമൻ അതെല്ലാം പുഷ്പങ്ങളാണെന്ന് തോന്നിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങൾ. രാവണൻ ആലസ്യം കണ്ടു തുടങ്ങി. 7 ദിവസമായി ഇങ്ങനെ നിർത്താതെ യുദ്ധം ചെയ്യുകയാണ്. ഇങ്ങനെ രോഷത്തോടെ നിന്ന് പൊരുതി രണ്ടുപേരും. അനന്തരം മാതലി പറഞ്ഞു, പണ്ട് അഗസ്ത്യൻ തന്ന ഒരു അസ്ത്രം ഉണ്ടല്ലോ, ആ അസ്ത്രം ഉപയോഗിക്കാൻ മാതലി പറയുകയാണ്. ഇവനെ വധിക്കാം പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ പറഞ്ഞത് നന്നായി, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞ് രാമൻ വിരിഞ്ചാസ്ത്രമെടുത്ത് ധ്യാനിച്ച് ജപിച്ച് ആ രാവണൻ്റെ നേരെ തൊടുക്കുന്നു. അങ്ങനെ സൂര്യനും അഗ്നിയും പോലെ മന്ദരമേരു, അതായത് മന്ദരപർവ്വതം മധ്യത്തിൽ ഇങ്ങനെ ലോകം മുഴുവൻ പ്രകാശിക്കുന്ന അമ്പ്, വിശ്വാസത്തോടും ഭക്തിയോടും ജപിച്ചയച്ച അമ്പ് രാവണൻ്റെ ഹൃദയം ഭേദിച്ച് ഭൂമിയെയും ഭേദിച്ചിട്ട് വാരുധിയിൽ ചെന്ന് കഴുകി വൃത്തിയായി തിരികെ വായുവേഗത്തിൽ തിരികെ രാഘവൻ്റെ ആവനാഴിയിൽ വന്ന് വീഴുകയാണ്. എന്തൊരു വിസ്മയം! ഒരു പർവ്വതം വീഴുന്നത് പോലെ രാവണൻ തേരിൽ നിന്ന് താഴേക്ക് മറിഞ്ഞ് വീഴുകയാണ്. അങ്ങനെ ആ രാവണൻ എന്നുള്ള അത് തീർന്നു അവിടെ. ഇങ്ങനെ വാനവർ ദേവന്മാരെല്ലാം വർദ്ധിച്ച സന്തോഷത്തോടെ പുഷ്പവൃഷ്ടി നടത്തുന്നു. സൂര്യദേവൻ നേരെ ഉദിച്ചു. അപ്പോൾ രാവണനെ പേടിച്ചിട്ട് സൂര്യൻ നേരെ ഉദിക്കാറില്ലായിരുന്നു. അതുപോലെ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരും സന്തോഷത്താൽ മതിമറന്ന് ആനന്ദ നൃത്തമാടി. കാറ്റ് മന്ദമായി വീശി തുടങ്ങി. താപസന്മാർ ജയ ജയ എന്ന് വിളിച്ചാഘോഷിച്ചു, ആർത്ത് വിളിച്ചു. ശേഷിച്ച രാക്ഷസന്മാർ ഓടി ഒളിച്ച് ലങ്കയിൽ ചെന്ന് വിലപിച്ചു തുടങ്ങി. സുഗ്രീവൻ, മാരുതി, നീലൻ, അങ്കദൻ മുതലായ വാനരവീരന്മാരും ആർത്ത് വിളിച്ച് ശ്രീരാമനെ പുകഴ്ത്തി തുടങ്ങി. അങ്ങനെ ജ്യേഷ്ഠൻ വീണത് കണ്ട് പാവം വിഭീഷണന് മാത്രം സങ്കടമായി അടുത്ത് ചെന്നിരുന്ന് വിലപിക്കാൻ തുടങ്ങി. ഇതെല്ലാം കാണേണ്ടി വന്നല്ലോ, ഇത് വിധിയാണല്ലോ ഇതെല്ലാം. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലായിരുന്നു മഹാശയനായ അങ്ങ് ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നതും കാണേണ്ടി വന്നല്ലോ. ഇതെല്ലാം എൻ്റെ കണ്ണിന് കാണായി വന്നതും ദൈവഹിതം തന്നെ ആയിരിക്കും. ആരെക്കൊണ്ട് ഇതൊക്കെ തടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. വിധിയാണ്, അതായത് ഈശ്വര കൽപ്പിതമാണ്. അതിനെ ആർക്കും മറികടക്കാൻ കഴിയില്ല. കരയുന്ന വിഭീഷണനോട് രാമൻ ഇങ്ങനെ പറയുകയാണ്, എന്നോട് അഭിമുഖമായി എൻ്റെ നേരെ നേർക്കുനേർ പൊരുതി മരിച്ച വീരശൂര പരാക്രമിയാണിവൻ. ഇവനെ ഓർത്തിങ്ങനെ വിലപിക്കുന്നത് ഒട്ടും ഉചിതമല്ല സുഹൃത്തെ. വീരന്മാരായുള്ള രാജാക്കന്മാർക്ക് ഇങ്ങനെ പോരിൽ മരിക്കുന്നതാണ് ധർമ്മമെന്നറിയുക. അതാണ് അവർക്ക് ശ്രേയസ്സും. ഇങ്ങനെ വീരസ്വർഗം പ്രാപിക്കുക എന്നത് വളരെ കുറച്ച് സുഹൃത്തികൾക്ക് മാത്രം സിദ്ധിക്കുന്ന ഭാഗ്യമാണെന്നറിയുക. ഇതോടെ ഇവൻ്റെ പാപങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. വൈകാതെ ശേഷക്രിയകൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്താലും. അപ്പോഴേക്കും മണ്ടോദരി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. രാവണൻ്റെ മാറിലേക്ക് ബോധം കെട്ട് വീഴുന്നു. വീണ്ടും ബോധം വന്നപ്പോൾ ഉണർന്നിരുന്ന് വീണ്ടും വിലപിക്കുന്നു. ഇത് കണ്ട് മറ്റു സ്ത്രീകളും രാക്ഷസ സ്ത്രീകളും കരയുകയാണ്. അത് പങ്ക്തിരഥാത്മജൻ പങ്ക്തിമുഖാനുജൻ തന്നോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ വിഭീഷണനോട് പറയുകയാണ്, അഗ്നി ജ്വലിപ്പിച്ച് സംസ്കാര കർമ്മങ്ങൾ ചെയ്താലും. വിഭീഷണൻ പറഞ്ഞു, ഇവനോളം പാപിയായ ഒരുവനും ഭൂമിയിലില്ല, അതിനാൽ ഞാനും എൻ്റെ ഉടൽ സംസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ രാമൻ വിഭീഷണനോട് പറയുകയാണ്, എൻ്റെ കൈകൊണ്ട് മരിച്ചപ്പോഴേ ഇവൻ്റെ പാപങ്ങളെല്ലാം ശമിച്ചു. വൈരം മരണം വരെ പോരെ, ഇനി എന്തിനു വൈരം? അവന് സദ്ഗതിക്കായി ശേഷക്രിയകൾ വഴിയാവണ്ണം ചെയ്യുക. അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരില്ല, പുണ്യമല്ലാതെ. ഇങ്ങനെ ചന്ദനം കൊണ്ട് ചിതകൂട്ടി രാവണൻ്റെ ദേഹം നന്നായി അലങ്കരിച്ച് ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച് എല്ലാ ആഭൂഷണങ്ങളും അണിയിച്ച് മാലകളൊക്കെ കൊണ്ട് ഇങ്ങനെ അണിയിച്ചൊരുക്കി വാദ്യഘോഷങ്ങളോടെയൊക്കെ ഈ അഗ്നിഹോത്രിയെ സംസ്കരിക്കും പോലെ ദഹിപ്പിച്ചു. ശേഷം ഉദകക്രിയകളും ചെയ്യുകയാണ് വിഭീഷണൻ. രാക്ഷസ സ്ത്രീകളെല്ലാവരും ശ്രീരാമപാദം നമസ്കരിക്കുന്നു. മാതലിയും ശ്രീരാമനെ വണങ്ങിയിട്ട് ദേവലോകത്തേക്ക് മടങ്ങുകയാണ്. അവിടെ കണ്ടു നിന്നവരും അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നു. ഇനി അടുത്തത് രാവണൻ മരിച്ചു. ലങ്കയിലൊരു രാജാവ് വേണമല്ലോ. വിഭീഷണൻ്റെ രാജ്യാഭിഷേകമാണ് അടുത്തത്. ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ് വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി രാജാവായി അഭിഷേകം ചെയ്യാൻ. ഇത് കേട്ട് അതായത് ശേഷിച്ച നിശാചരന്മാർ, വാനരശ്രേഷ്ഠന്മാർ എന്നിവരോടുകൂടി സമുദ്രജലം 1000 സ്വർണ്ണ കലശങ്ങളിൽ ശേഖരിച്ചിട്ട്
താപസശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ, അതുപോലെ മറ്റ് മുനിജനങ്ങൾ എല്ലാവരോടും കൂടി വാദ്യഘോഷത്തോടെ എല്ലാവിധ ഒരുക്കങ്ങളോടെയും ആർത്ത് വിളിച്ച് ഈ അഭിഷേകം നടത്തുകയാണ് വിഭീഷണന്. ശ്രീരാമദേവൻ അനുഗ്രഹിക്കുകയാണ്, ഭൂമിയും സൂര്യചന്ദ്രന്മാരും രാമകഥയുമുള്ള അന്ന് വരെ ലങ്കേശനായി വാഴുക എന്ന്. ആ കിരീടം ചുടിക്കുകയാണ്. എന്നിട്ട് രാജ്യനിവാസികൾ വിഭീഷണനായി പലവിധ വസ്തുക്കൾ ഇങ്ങനെ കാഴ്ച വസ്തുക്കളായിട്ട് ഇങ്ങനെ സമർപ്പിക്കുന്നു. പക്ഷേ അവയെല്ലാം എടുപ്പിച്ച് ശ്രീരാമൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് വിഭീഷണനെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതെല്ലാം വളരെ സന്തോഷത്തോടെ ശ്രീരാമൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. കൃതകൃത്യനായേനഹം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് വളരെയധികം ധന്യനായി എന്ന് പ്രസാദിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ച് പറയുകയാണ്. അടുത്ത് നിന്ന് സുഗ്രീവനെ വിളിച്ചിട്ട് ആലിംഗനം ചെയ്തിട്ട് ശ്രീരാമൻ പറയുകയാണ്, വിചാരിച്ചതെല്ലാം നടന്നു. നിൻ്റെ സഹായത്താൽ ഞാൻ രാവണനെ വധിച്ചു, ലങ്കേശ്വരനായി വിഭീഷണനെ അഭിഷേകവും ചെയ്തു. ഇനി അടുത്തത് സീതയെ സ്വീകരിക്കുന്നതാണ്. സീതാ സ്വീകാരം. ശ്രീരാമൻ ഹനുമാനെ വിളിച്ച് പറയുകയാണ്, ലങ്കയിൽ ചെന്ന് വിഭീഷണൻ്റെ അനുമതിയോടുകൂടി ആ ജാനകിയെ കണ്ടിട്ട് രാവണനെ വധിച്ചത് മുതലുള്ള എല്ലാ വൃത്താന്തങ്ങളും അറിയിക്കണം. അത് കേൾക്കുമ്പോൾ ആ ദേവിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവഭേദങ്ങളൊക്കെ ശ്രദ്ധിച്ച് പറയുന്ന മറുപടി എന്താണെന്ന് കേട്ട് എന്നെ അറിയിക്കുകയും വേണമെന്ന്. ഇത് കേട്ട ക്ഷണം മാരുതി ലങ്കയിൽ ചെന്ന് വിഭീഷണൻ്റെ സന്നിധിയിലെത്തുന്നു. രാക്ഷസർ മാരുതിയെ സസന്തോഷം സൽക്കരിച്ചിരുന്നു. പിന്നീട് മാരുതി ആ രാമപാദാംബുജങ്ങൾ മാത്രം ധ്യാനിച്ച് വിഷമിച്ചിരിക്കുന്ന ജാനകീദേവിയെ ചെന്ന് കണ്ട് നമസ്കരിക്കുകയാണ്. ഇങ്ങനെ ദേവിയുടെ മുഖത്തെ വിഷമം കണ്ടു. അതുപോലെ തന്നെ മാരുതിക്ക് നല്ല പ്രസാദവും ഉണ്ടല്ലോ. ആ മുഖപ്രസാദം കണ്ടിട്ട് സന്തോഷിച്ച് പറയുകയാണ്, ഇങ്ങനെ ലക്ഷ്മണനോടും വിഭീഷണനോടും സുഗ്രീവനോടും വാനരന്മാരോടും കൂടി രാക്ഷസ രാജാവായ രാവണനെ കൊന്ന് ദുഃഖമെല്ലാം അകന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഭവതിയോട് അറിയിക്കാൻ പറഞ്ഞയച്ചു എന്ന്. ഇങ്ങനെ ഇത് കേട്ട് മൈഥിലിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. സീതാദേവി ഗദ്ഗദത്തോടെ പറഞ്ഞു, മർക്കടശ്രേഷ്ഠ, ഞാൻ എന്താണ് പറയേണ്ടത്? എൻ്റെ പ്രാണനാഥനെ നേരിൽ കാണാൻ ഇനി എത്ര നാൾ കൂടി വിഷമത്തോടെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും? എത്രയും വേഗം അതിനുള്ള യോഗം എനിക്കുണ്ടാവാൻ വേണ്ടത് ചെയ്താലും എനിക്കിനിയും ഇങ്ങനെ കാത്തിരിക്കാനാവതില്ല. ഹനുമാൻ ഈ വാക്കുകൾ ശ്രീരാമനോട് ചെന്ന് പറയുകയാണ്. ശ്രീരാമൻ വിഭീഷണനോട് പെട്ടെന്ന് തന്നെ പറയുകയാണ്, ജാനകീദേവിയെ ചെന്ന് കണ്ട് സ്നാനം കഴിപ്പിച്ച് ദിവ്യവസ്ത്രാഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് പല്ലക്കിൽ എത്രയും വേഗം എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. വിഭീഷണൻ മാരുതിയോടുകൂടി ജാനകി ഇരിക്കുന്ന ആരാമത്തിൽ ആ ഉദ്യാനത്തിൽ പ്രവേശിച്ചിട്ട് വൃദ്ധകളായ സ്ത്രീകളെ കൊണ്ട് ദേവിയെ അണിയിച്ചൊരുക്കി പല്ലക്കിൽ ചുവന്നുകൊണ്ട് ചെല്ലുമ്പോൾ വല്ലാത്ത തിക്കും തിരക്കുമാണ്. ഒരു വലിയ ഒച്ചയും ബഹളമൊക്കെ. ദേവിയെ ഒരു നോക്ക് കാണാനായിട്ട് തിക്കി വരുന്ന വാനരന്മാരുടെ കോലാഹലമാണ്. അത് കാണേണ്ടത് തന്നെയാണ്. രാക്ഷസന്മാർ വാനരന്മാരെ ആട്ടി അകറ്റുകയാണ്. ശ്രീരാമനപ്പോൾ വേഗം വിഭീഷണനോട് പറഞ്ഞു, വാനരന്മാരെ ഉപദ്രവിച്ച് ആട്ടി ഓടിക്കാൻ ഞാൻ പറഞ്ഞുവോ? അവർ ജാനകീദേവിയെ കണ്ടതുകൊണ്ട് എന്ത് ദോഷം, എന്ത് ഭവിക്കാനാണ്? വാനരന്മാരോട് പറഞ്ഞു, എല്ലാവരും പോയി മാതാവിനെ കണ്ടാലും. അവർ ദേവിയുടെ അടുത്ത് ചെന്ന് കണ്ട് വന്ദിക്കുകയാണ്. അതിൽ ഒരു ദോഷവുമില്ല ദേവിയെ കണ്ടു വന്ദിക്കുന്നതിലും. സീതാദേവിയുടെ രൂപം എത്ര മനോഹരമാണ്. ആ മനോഹര രൂപം നോക്കി ആ രാവണൻ എത്ര കോപവാക്കുകൾ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദേവി ലക്ഷ്മണനോട് ഉടനെ പറയുകയാണ്, എൻ്റെ ഭർത്താവിനും മറ്റു മാലോകർക്കും വിശ്വാസം വരുന്നതിലേക്കായി അഗ്നി ജ്വലിപ്പിക്കുക. അതിൽ ചാടി ഞാൻ എൻ്റെ പരിശുദ്ധി തെളിയിക്കുന്നുണ്ട്. എനിക്ക് ഒരു വിഷമവുമില്ല അതിൽ. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വളരെ സൗമ്യഭാവത്തിലിരിക്കുകയാണ്. ഇത് കേട്ട് എന്താണ് കാര്യം എന്ന് നമുക്കറിയാമല്ലേ. അന്ന് മാരീചൻ പൊന്മാനായി ചെന്നപ്പം സീതാദേവിയോട് പതുക്കെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആ പാവകൻ അഗ്നിയാണ്, അഗ്നിയിങ്കൽ ഒളിച്ചിരിക്കുക. എന്നിട്ട് സീതാദേവിയെ പർണശാലയിലിരുത്തുക. അങ്ങനെ രാവണൻ കൊണ്ടുപോയ ആ പർണശാലയിലിരുന്ന സീതാദേവിയാണ് ഇപ്പോൾ കാണുന്നത്. ആ സീതാദേവിയെ അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് വേണം യഥാർത്ഥ സീതാദേവിക്ക് തിരിച്ചു വരാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമൻ സൗമ്യഭാവത്തിലിരിക്കുന്നത്. പക്ഷേ ലക്ഷ്മണൻ സംഭ്രമത്തോടു കൂടി വാനരന്മാരോട് കൂടി അഗ്നി ജ്വലിപ്പിച്ചിട്ട് രാമൻ്റെ സമീപം ചെന്ന് നിൽക്കുകയാണ്. സീതാദേവി ഭർത്താവിനെ നോക്കി കൈകൂപ്പി തൊഴുത് 3 തവണ പ്രദക്ഷിണം വെച്ച് ദേവന്മാരെയും താപസശ്രേഷ്ഠന്മാരെയും പുരോഹിതന്മാരെയും അഗ്നിയെയും വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ അല്ലാതെ ഒരന്യപുരുഷനെ മനസ്സിൽ ഞാൻ വിചാരിച്ചുവെങ്കിൽ സകലത്തിനും സാക്ഷിയായ നീ പരമാർത്ഥം അറിയിക്കുക.
3 പ്രാവശ്യം അഗ്നിയെ വലം വെച്ച് അല്പം പോലും ഭയമില്ലാതെ അഗ്നിയിലേക്ക് ചാടുകയാണ് ദേവി. എല്ലാവരും അത്ഭുതപരതന്ത്രരായി നിന്നുപോയി. ലോകം തന്നെ നിശ്ചലമായി ആ സമയത്ത്. ശ്രീരാമചന്ദ്രൻ്റെ ചുറ്റിലും ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം. അപ്പം ഇത് കാണാനായിട്ട് സകലരും വന്നിട്ടുണ്ട്. രാമൻ ഇങ്ങനെ എല്ലാവരെയും വന്ദിക്കുന്നു. എല്ലാവരും ശ്രീരാമദേവനെ സ്തുതിക്കുകയാണ്. പേജ് 422. അതിനുശേഷം ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് ശ്രീരാമനെ. അങ്ങനെ ഭഗവാനെ ബ്രഹ്മാവും സ്തുതിക്കുന്നു. അഗ്നിദേവൻ സീതാദേവിയെ ഒരു കാഴ്ചദ്രവ്യം പോലെ കൊണ്ടുവരികയാണ് ഈ സ്തുതി കഴിഞ്ഞപ്പോൾ. അപ്പോൾ കൊണ്ടുവന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, രാവണനെ വധിക്കുന്നതിനായി ആ വിപിനത്തിൽ വെച്ച്, വിപിനം കാടാണ്, ആ വനത്തിൽ വെച്ച് എന്നെ ഏൽപ്പിച്ച വൈദേഹിയെ പരിഗ്രഹിച്ചാലും എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് രാമനെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ 3 ലോകത്തിലും സങ്കടം തീർന്നുവല്ലോ, രാവണനെ വധിച്ചുവല്ലോ. അഗ്നിദേവനെ നമസ്കരിച്ചിട്ട് ആ ദേവിയെ സ്വീകരിച്ച് സ്വന്തം മടിയിലേക്ക് ഇരുത്തുകയാണ് ശ്രീരാമചന്ദ്രൻ. ഇനി അടുത്തത് ദേവേന്ദ്രൻ്റെ സ്തുതിയാണ്. ദേവേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നു. ആ മഹേശ്വരൻ പോലും രാമ രാമ എന്ന് എപ്പോഴും ജപിക്കുന്നു. അവിടുത്തെ തിരുമാമ ആ നിൻ പാദതീർത്ഥം എപ്പോഴും ശിരസിൽ ധരിക്കുന്നു ആത്മശുദ്ധിക്കായി. അങ്ങനെ ഇങ്ങനെ സ്തുതിക്കുന്ന ആ ദേവേന്ദ്രനോട് വേഗം ശ്രീരാമൻ ആവശ്യപ്പെടുകയാണ്, മരിച്ച വാനരവീരന്മാരെ ജീവിപ്പിച്ചു തരണം. ഫലങ്ങൾ വാനരന്മാർ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമുള്ളതായി ചമയ്ക്കണം. നദികളെല്ലാം അവർക്ക് കുടിക്കാനായി തേനായി ഒഴുകണം. എല്ലാം അപ്രകാരം വരുമെന്ന് ഇന്ദ്രനും അനുഗ്രഹിക്കുന്നു. വാനരന്മാർ ഉറക്കത്തിൽ നിന്നുണർന്ന പോലെ ആ മരിച്ച വാനരന്മാരെല്ലാവരും എഴുന്നേറ്റ് രാമനെ നോക്കി തൊഴുതുന്നു. അതുപോലെ ശ്രീ പരമേശ്വരൻ രാമനോട് താതനായ ദശരഥൻ കാണാൻ വിമാനത്തിൽ വന്നിരിക്കുന്നു എന്നറിയിക്കുകയാണ്. അങ്ങനെ സൗമിത്രിയോടും ലക്ഷ്മണനോടും, അതായത് സൗമിത്രി ലക്ഷ്മണനാണ്, അതുപോലെ സീതാദേവിയോടും കൂടി താതനെ വണങ്ങുന്നു. ദശരഥൻ അവരെ 3 പേരെയും ആലിംഗനം ചെയ്തിട്ട് എൻ്റെ മകനായി പിറന്ന അങ്ങയെ അറിഞ്ഞ് സാംസാരിക ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ ഇന്ന് മുക്തനായിരിക്കുന്നു, എൻ്റെ എല്ലാ ദുഃഖവും അകന്നു. ദശരഥൻ ഇന്ദ്രാദി ദേവന്മാരോടുകൂടി ഇന്ദ്രലോകത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അവിടെ അമരാവതിയിൽ ആ ഇന്ദ്രൻ്റെ പകുതി സിംഹാസനമാണ് കൊടുത്തിരിക്കുന്നത് ദശരഥന്. രാമനെ വന്ദിച്ചതിന് ശേഷം ബ്രഹ്മാവ് സത്യലോകത്തേക്ക് മടങ്ങുന്നു. ശ്രീമഹേശ്വരൻ പാർവതീദേവിയോടുകൂടി തൻ്റെ വാഹനമായ കാളപ്പുറത്ത് കയറി കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതുപോലെ മറ്റുള്ള നാരദാദി മുനികൾ ശ്രീരാമനിയോഗത്താൽ തന്നെ അവരും ശ്രീരാമദേവനെ വാഴ്ത്തി വന്ദിച്ചിട്ട് ആകാശദേശത്ത് മറയുന്നു. അങ്ങനെ 31-ാം ദിവസം ഇവിടെ തീരുകയാണ് ഇന്നത്തെ കഥ. നാളെ അയോധ്യയിലേക്ക് പോവുകയാണ്. നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ കൂടെ അയോധ്യയിലേക്ക് പോകാം. അവിടെ എന്തൊക്കെ സംഭവിക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും മറ്റുള്ളവരുടെയും കൂടെ ആരൊക്കെ കൂടെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ നമുക്ക് നമ്മളെയും ശ്രീരാമദേവൻ്റെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാം ശ്രീരാമചന്ദ്രസ്വാമി നടത്തട്ടെ. ശ്രീരാമചന്ദ്രസ്വാമി ശരണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളുടെ കാഠിന്യം കുറയും. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന്, അങ്ങനെ എല്ലാം തട്ടി നീക്കിക്കളയും ഭഗവാൻ. ഈ കണ്ടകശനി സമയത്തും ഒക്കെ നമ്മൾ ഒരുപാട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിക്കുക, കഴിയുമെങ്കിൽ കുറച്ച് പുഷ്പങ്ങളെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക. വെറും കൈയോടെ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനിലെല്ലാം സമർപ്പിക്കാം. നമുക്ക് ഇഷ്ടദേവത ഉണ്ടെങ്കിലും ഇപ്പം അടുത്തുള്ള അമ്പലത്തിൽ നമുക്ക് ശ്രീരാമനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ വിഷ്ണുവിനെയാണ് ഇഷ്ടമെങ്കിൽ അടുത്ത് ദേവീക്ഷേത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും മതി. അവിടെ മഹാലക്ഷ്മിയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഒരിക്കലും കൈവിടില്ല. നമുക്ക് നാളേക്കായി കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭദിനം നേരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ഉണ്ടാകട്ടെ. നന്ദി ഒരിക്കൽ കൂടി.